ഇന്ത്യയിലെ ജനങ്ങളെ അഭിപ്രായ ഭിന്നരാക്കിയ ഇതുപോലൊരു കേസില്ല. 2 കൊലപാതകങ്ങൾ, പക്ഷെ ഇന്നും കൊലയാളി ആരെന്നുള്ള ചോദ്യം ബാക്കിയാണ്. 2008 മെയ് 16 ഉത്തർപ്രദേശിലെ നോയിഡയിലെ ഒരു ഫ്ളാറ്റിൽ 14 വയസ്സുള്ള ആരുഷി തൽവാർ എന്ന പെൺകുട്ടി സ്വന്തം ബെഡ്റൂമിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയാണ്. ആദ്യം എല്ലാരും കരുതിയത് വീട്ടിലെ ജോലിക്കാരനായ ഹേംരാജ് ആയിരിക്കുമെന്ന്. എന്നാൽ തൊട്ടടുത്ത ദിവസം വീടിന്റെ ടെറസിൽ നിന്ന് ഹേംരാജിന്റെ മൃതദേഹം കണ്ടെടുക്കുകയാണ്. അങ്ങനെ ഇത് ഡബിൾ മർഡറായി മാറുന്നു. ക്രൈം സീൻ പ്രോപ്പർ ആയിട്ട് സീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ തെളിവുകളെല്ലാം നശിച്ചു പോവുകയാണ്. പിന്നീട് നേരെ സംശയം എത്തിയത് ആരുഷിയുടെ പേരൻസിലേക്കാണ്, രാജേഷ് തൽവാർ ആൻഡ് നുപൂർ തൽവാർ. മോട്ടീവായി കരുതപ്പെടുന്നത് ഹോണർ കില്ലിംഗ്, ഒരു ഇമാജിൻ റിലേഷൻഷിപ്പ് തിയറി. 2013 കോടതി അവരെ ജീവപര്യന്തം തടവിന് വിധിച്ചു. എന്നാൽ 2017 അലഹബാദ് ഹൈക്കോടതി ഒരു ഞെട്ടിക്കുന്ന വിധി പുറത്തുവിട്ടു. തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടും സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ നൽകാൻ കഴിയില്ല എന്നതുകൊണ്ടും അവരെ വെറുതെ വിടുകയാണ്. അപ്പോൾ ആരുഷിയെ ഹേംരാജിനെ കൊന്നതാരാണ്? നീതി കിട്ടാതെ പോയ ഒരു കുട്ടിയുടെ കഥ, ഇന്നും ഉത്തരമില്ലാതെ തുടരുന്ന ക്രൈം മിസ്റ്ററി.